ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് സ്വാഗതം. 2026-27 കേന്ദ്ര ബഡ്ജറ്റിനെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. 2026-27 കേന്ദ്ര ബഡ്ജറ്റ് അനുസരിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ ചെലവ് സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം 22%, പലിശ തിരിച്ചടവ് 20%, കേന്ദ്ര പദ്ധതികൾ 17%, പ്രതിരോധം 11%, കേന്ദ്രം സ്പോൺസർ ചെയ്യുന്ന പദ്ധതികൾക്കുള്ള തുക 8%, ഫിനാൻസ് കമ്മീഷനും മറ്റുമായി നൽകുന്നത് 7%, മറ്റു ചെലവുകൾ 7%, പ്രധാന സബ്സിഡി 6%, സിവിൽ പെൻഷൻ 2%. എന്തൊക്കെയാണ് നോക്കാം. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം 22%, പലിശ തിരിച്ചടവ് 20%, കേന്ദ്ര പദ്ധതികൾ 17%, പ്രതിരോധം 11%, കേന്ദ്രം സ്പോൺസർ ചെയ്യുന്ന പദ്ധതികൾക്കുള്ള തുക 8%, ഫിനാൻസ് കമ്മീഷനും മറ്റുമായി നൽകുന്നത് 7%, മറ്റു ചെലവുകൾ 7%, പ്രധാന സബ്സിഡികൾ 6%, സിവിൽ പെൻഷൻ 2%. ഇതൊക്കെയാണ് 2026-27 കേന്ദ്ര ബജറ്റ് അനുസരിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ ചെലവ് കേട്ടോ. 2026-27 കേന്ദ്ര ബജറ്റ് അനുസരിച്ച് സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗ്ഗം എന്താണെന്ന് നോക്കാം. കടമെടുക്കൽ മറ്റ് ബാധ്യതകൾ അത് 24%, ഇൻകം ടാക്സ് 21%, കോർപ്പറേറ്റ് നികുതി 18%, GST മറ്റു നികുതികളും 15%, നികുതി ഇതര വരുമാനം 10%, കേന്ദ്ര എക്സൈസ് നികുതി 6%, കസ്റ്റംസ് നികുതി 4%, കടബാധ്യതയില്ലാത്ത മൂലധന വരവുകൾ 2%. 2026 ഫെബ്രുവരിയിൽ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോൾ പ്രഖ്യാപിച്ചത് കേന്ദ്ര സർക്കാർ കേട്ടോ. വന്ദേമാതരത്തിൻ്റെ ഔദ്യോഗിക പതിപ്പിൻ്റെ ദൈർഘ്യം 3 മിനിറ്റ് 10 സെക്കൻഡ്. എത്രയാണ്? 3 മിനിറ്റ് 10 സെക്കൻഡാണ്. പ്രോട്ടോകോളിലെ പ്രധാന ഭാഗങ്ങൾ എന്താണെന്ന് നോക്കാം. വന്ദേമാതരവും ദേശീയഗാനമായ ജനഗണമനയും ആലപിക്കേണ്ട ചടങ്ങുകളിൽ വന്ദേമാതരമായിരിക്കണം ആദ്യം പാടേണ്ടത്. അപ്പോൾ എന്താണ്? വന്ദേമാതരവും ദേശീയഗാനമായ ജനഗണമനയും ആലപിക്കേണ്ട ചടങ്ങുകളിൽ വന്ദേമാതരമായിരിക്കണം ആദ്യം പാടേണ്ടത്. ദേശീയ ഗീതം കൂട്ടത്തോടെ ആലപിച്ചായിരിക്കണം സ്കൂളുകളിൽ എല്ലാ ദിവസവും പ്രവർത്തനം തുടങ്ങേണ്ടത്. ഔദ്യോഗിക ചടങ്ങുകൾക്ക് വന്ദേമാതരത്തിൻ്റെ 6 ഖണ്ഡവും ആലപിക്കണം. വന്ദേമാതരത്തിൻ്റെ ആദ്യ 2 ഖണ്ഡമാണ് ദേശീയ ഗീതമായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്.